അപ്പോൾ ഇവരിപ്പോൾ പോയിരിക്കുന്ന ഡീഗോ ഗാർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമനിൽ നിന്നും 3500 കിലോമീറ്റേഴ്സ് ദൂരെയാണ്, ഇറാനിൽ നിന്നും 4000 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. അപ്പോൾ ഇറാനോ യമനോ അവരുടെ എന്ത് മിസൈൽ ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് റോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പ്ലെയിൻ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇവർക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറപ്പെട്ട് എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിന് ഈ പ്ലെയിനിന് പ്രശ്നമല്ല. ലോകത്തെ ഏത് മുക്കിലോ മൂലയിലോ ഇതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് 40 കിലോമീറ്റർ 40 മണിക്കൂർ ഫ്ലൈറ്റ് പറ്റും. അതെ. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും യൂഷ്വലിറ്റീസ് അക്കമ്പനീഡ് ബൈ ഈ റീഫ്യൂവലിങ്ങിന് വേണ്ട സന്നാഹത്തോടു കൂടി ടാങ്കർ പ്ലെയിൻസ് ഉണ്ടാവും. അതെ. അപ്പോൾ റീഫ്യൂവലിംഗ് നടത്തി കഴിഞ്ഞാൽ 40 hours അറ്റ് എ സ്ട്രെച്ച് വിത്തൗട്ട് ലാൻഡിങ് അതിന് ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ലോകത്തിൻ്റെ ഏത് മുക്കിലോ മൂലയിലോ ആണെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. മാത്രമല്ല എന്ത് എല്ലാം തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെയൊക്കെ തരണം ചെയ്ത് പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് ഇവർക്ക് കഴിവുണ്ട്. പിന്നെ ഇവരുടെ ബോംബിംഗ് എന്ന് പറയുന്നതിന് അവരുപയോഗിക്കുന്നത് GBU-43B ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.